നോമ്പ് ചിന്ത ഹൃദയവഴി കാൽവരി 4-ാം ഭാഗം. തയ്യാറാക്കിയത് ഫാദർ ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. നീ എന്താണ് ചെയ്തത്? ബൈബിളിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്താണ് ചെയ്തത്? രണ്ടാമതൊരു ചോദ്യം, നീ എന്തു ചെയ്യുന്നു? മൂന്നാമതായി ഭാവി കാര്യങ്ങളും ദൈവം നിരീക്ഷിക്കുന്നു. ആദ്യത്തേത് ഇങ്ങനെ പറയാം: ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം. അവളുടെ മറുപടി, സർപ്പം എന്നെ വഞ്ചിച്ചു. പിന്നെ കായേനോടും അതേ ചോദ്യം, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. കായേൻ ആബേലിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ ചോദ്യം. ദൈവത്തിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുവാൻ നാം എപ്പോഴും ബാധ്യസ്ഥരാണ്. എന്നാൽ മറുപടി അവിടത്തേക്ക് കൂടി സ്വീകാര്യമായിരിക്കണം. കായേനും ഹൗവയ്ക്കും മറുപടി പറഞ്ഞതിൽ പിഴവ് പറ്റി. അതുകൊണ്ട് അവർക്ക് ശിക്ഷയിൽ ഒരിളവും കിട്ടാതെ പോയി. എന്തായിരുന്നു ഹൗവയുടെ ഉത്തരം? സർപ്പം എന്നെ വഞ്ചിച്ചു. അതായത് താൻ ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചു. ദൈവസന്നിധിയിൽ ഇത് സ്വീകാര്യമാവില്ല. ഗർഭസ്ഥ ശിശുവിനെ നീ അബോർട്ട് ചെയ്തെന്ന് കരുതുക. ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഭർത്താവ് പറഞ്ഞിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെടില്ല. കാരണം നീയാണത് ചെയ്തത്. നിന്റെ വയറ്റിലാണ് കർത്താവ് കുഞ്ഞിനെ തന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്വവും നിനക്കാണ്. അല്ലെങ്കിൽ ആ ഗർഭധാരണം കൊണ്ട് നിന്റെ ജീവന് ദോഷമുണ്ടാകുന്ന സ്ഥിതിയിലാവണം. അത് വൈദ്യശാസ്ത്രം പറയുകയും ചെയ്യണം. അതുപോലെ കായേൻ കൊടുത്ത മറുപടിയും ദൈവത്തിന് സ്വീകാര്യമായില്ല. നിന്റെ സഹോദരൻ ആബേൽ എവിടെ എന്ന ചോദ്യത്തിന്, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. ഇതായിരുന്നു അവൻ്റെ മറുപടി. നമ്മുടെ അപരാധങ്ങളെ ന്യായീകരിക്കുന്ന ഉത്തരം ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ അപരാധം നമ്മൾ തന്നെ ഏൽക്കുക. അനുതാപമാണ് അതിന് ഉത്തമ മാർഗം. ലോകത്തിലെ ഏറ്റവും നല്ല അനുതാപം നടത്തിയവരിൽ ഒരാൾ ദാവീദാണ്. ഊറിയായെ കൊന്നുകഴിഞ്ഞപ്പോൾ ദാവീദിനോടും ദൈവം ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്തത്? ഹൗവയും കായേനും കാണിച്ചതുപോലെ മറ്റുള്ളവരെ ചാരി രക്ഷപ്പെടാൻ ദാവീദ് ശ്രമിച്ചില്ല. നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഒരു തെറ്റും മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന ന്യായീകരണം ഉത്തമ അനുതാപത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ കുറ്റങ്ങളുടെ ഫലം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. എന്നാൽ മനുഷ്യൻ ഏറ്റെടുക്കാൻ കഴിയാത്ത ഭാരങ്ങൾ ഏറ്റെടുക്കുവാനാണ് ഈശോ മനുഷ്യാവതാരം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അവനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭാരങ്ങളാണ്, പാപങ്ങളാണ് അവൻ ചുമന്നതെന്ന് പറയുന്നതും ആ അർത്ഥത്തിലാണ്. അതിനാൽ കർത്താവെ, ഞാനിങ്ങനെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, ഇനി ആവർത്തിക്കില്ല, എന്നെ അനുഗ്രഹിക്കണം എന്നാണ് നാം പറയേണ്ടത്. ഇതാണ് തെറ്റുകൾ ദൈവത്തിന് മുമ്പിൽ പുറത്തു കിട്ടുവാൻ വേണ്ട കൃപാവര നിലപാട്. നോമ്പ് ചിന്ത 5-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഡോക്ടർ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. ചോദ്യം ഒരു അവസരമാണ്. ദൈവം ഹവ്വയോട് നീ എന്താണ് ചെയ്തത് എന്ന ചോദ്യം ഉയർത്തുന്നത് അവൾ അനുതപിക്കും എന്ന വിവക്ഷയിലാണ്. പക്ഷേ അവൾക്കത് മനസ്സിലായില്ല. അനുതപിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെ അവസരം കിട്ടുമെന്ന് അറിയില്ല. ഹെബ്രായ ലേഖനം ഇങ്ങനെ പറയുന്നു, പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടു. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുതപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. ഹെബ്രായർ 12-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പക്ഷേ ചിലർക്കത് മനസ്സിലാവില്ല. നമ്മൾ വീട്ടിലെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ അപ്പൻ ചോദിക്കും, അമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഭാര്യ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ആ ചോദ്യം. നമുക്ക് അനുതപിക്കാനുള്ള അവസരമാണ് അതിലൂടെ ദൈവം നൽകുന്നത്. എന്നാൽ അനുതപിക്കുന്നതിന് പകരം തെറ്റുകളെ ന്യായീകരിച്ച് നമ്മൾ അവരെ പ്രതിരോധിക്കും. കായേൻ ചെയ്തതും അതുതന്നെ. ദാവീദ് പടനായകനായ ഉറിയായെ ചതിച്ചുകൊന്ന് അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി. ഹവ്വയോടും കായേനോടും ചോദിച്ച പോലെ തന്നെയാണ് ദാവീദിനോടും ചോദ്യം. അത് നാഥാൻ പ്രവാചകൻ വഴി. എന്തുകൊണ്ട് നീ എൻ്റെ വചനമനുസരിക്കാതെ നീ തിന്മ ചെയ്തു? 2 സാമുവേൽ 12-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ കായേൻ്റെ ഉത്തരമല്ല ദാവീദ് പറയുന്നത്. അതാണ് ദാവീദ്. ദൈവത്തിൻ്റെ ആ ചോദ്യം തനിക്ക് അനുതപിക്കാനുള്ള അവസരമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അതാണ് ഹവ്വയും ദാവീദും തമ്മിലുള്ള ഒരു വ്യത്യാസം. ദാവീദ് തെറ്റു ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് അവനെ കൈവിട്ട് കളയുന്നില്ല. കാരണം നമുക്ക് ബൈബിളിൽ 8855ഓളം വാഗ്ദാനങ്ങൾ തന്നിട്ടുള്ളതിൽ ഒരു വാഗ്ദാനം ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ്. ദൈവം ഇങ്ങനെ അവനോട് ചോദിച്ചു, എന്താണ് നീ എന്നെ അനുസരിക്കാത്തത്?
ലോകത്തെല്ലാവരും എന്നെ നിരാകരിച്ചാലും നീ എന്നെ നിരാകരിക്കില്ല എന്നാണ് ഞാൻ കരുതിയതെന്നൊരു വ്യംഗ്യം. നിനക്കെന്തു പറ്റിയെന്ന് ചോദിക്കുന്നത് പോലെ. ദാവീദ് യാതൊരു ഉരുണ്ടുകളിക്കും പോയില്ല. സത്യസന്ധമായി പറഞ്ഞു, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. അപ്പോൾ നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതാണ് ദാവീദിൻ്റെ അനുതാപത്തിന് കിട്ടിയ സമ്മാനം. ഇത്തരം മറുപടി കർത്താവിന് കായേനോടും ഹവ്വായോടും പറയാമായിരുന്നു. പക്ഷേ അവർ അനുതാപമില്ലാതെ സ്വയം നീതീകരിച്ചു. അനുതാപം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം ചെയ്ത കുറ്റം അംഗീകരിക്കലാണ്. അനുതാപത്തിൻ്റെ രണ്ടാം ഘട്ടം അംഗീകരിച്ച പാപം ഏറ്റുപറയുകയാണ്. മൂന്നാം ഭാഗം ഏറ്റുപറഞ്ഞ തിന്മ പിന്നീട് ആവർത്തിക്കാതിരിക്കലാണ്. പകരം സത്പ്രവർത്തികൾ പ്രായശ്ചിത്തമായും നിറവേറ്റിയാൽ ഈ നോമ്പുകാലം നമ്മിൽ ആത്മീയ വസന്തമായി വിടരും. നോമ്പുചിന്ത ആറാം ഭാഗം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഡോക്ടർ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ, കൃപാസനം. നീ ഇവിടെ ഇപ്പോൾ എന്തു ചെയ്യുന്നു? അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ച് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? 1 രാജാക്കന്മാർ 19:13. ദൈവത്തിൻ്റെ ഈ ചോദ്യം ഓരോ ദിവസവും നമ്മോട് തന്നെ ചോദിക്കണം. നീ ഇവിടെ ഇപ്പോൾ എന്തു ചെയ്യുന്നു? സെമിനാരിയിലെ സ്റ്റഡി ഹാളിൽ പഠന സമയത്ത് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ മണി കിലുക്കുമായിരുന്നു. ആത്മപരിശോധനയ്ക്ക് വേണ്ടിയാണ് ഈ മണി കിലുക്കം. ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു എന്നതാണ് മണി കിലുക്കത്തിൻ്റെ ചോദ്യം. പഠിക്കുന്നതിന് പകരം ചിലർ പടം വരയ്ക്കുകയായിരിക്കും. മണി കിലുങ്ങുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് സ്വയം സോറി പറഞ്ഞിട്ട് വീണ്ടും പഠിക്കുവാൻ തുടങ്ങും. റീൽസ് നോക്കി ജീവിതം തീർക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഗതികേട് സമയനഷ്ടം തന്നെ. മുഴുവൻ സമയവും മൊബൈൽ ഫോണിൽ കുടുങ്ങിയവരെ കാണുമ്പോൾ കഴുത്ത് ചോദ്യചിഹ്നം പോലെ ഒടിഞ്ഞിരിക്കുന്ന മനുഷ്യരാകുമോ അടുത്ത തലമുറ എന്ന് തോന്നിപ്പോകും. നീ ഇവിടെ എന്തു ചെയ്യുന്നു? ദൈവത്തിൻ്റെ ആ ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചാൽ വേണ്ടാത്ത കാഴ്ചകൾ കണ്ട് ജീവിതം വ്യർത്ഥമാകാതിരിക്കും. ശരീരം ഉരയുകയോ ഒടിയുകയോ ഒക്കെ ചെയ്താൽ വീണ്ടും കൂടിച്ചേരും. മുറിവുകൾ മാംസം വന്ന് മൂടും. എന്നാൽ തലച്ചോറിൻ്റെ ഒരംശം പോയാൽ നമുക്ക് സാരമായ കുഴപ്പങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ദൈവം തലച്ചോറിനെ സംരക്ഷിക്കുവാൻ തലയോട്ടി തന്നിരിക്കുന്നത്. ദൈവസംരക്ഷണം എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മുടെ അഹങ്കാരം കൊണ്ട് ഈ സംരക്ഷണം നമ്മൾ തന്നെ പലപ്പോഴും നഷ്ടമാക്കും. ഹെൽമറ്റ് വയ്ക്കാതെ ബൈക്കിലും മറ്റും ചീറിപ്പാഞ്ഞു പോയി ജീവൻ നഷ്ടപ്പെടുത്തുന്നവരെ കണ്ടിട്ടില്ലേ? ഒരാളിൽ അഹങ്കാരം വന്നാൽ ദൈവം അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറും. അതോടെ നമ്മുടെ സംരക്ഷണവും നഷ്ടമാകും. നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തി ഇത്തരം ഘട്ടങ്ങളിലാണ്. അപ്പോൾ ന്യായമായ ഉത്തരം നമുക്കുണ്ടാകണം. വാഹനം അമിത വേഗത്തിൽ പറത്താൻ തോന്നുമ്പോൾ ഈ ചോദ്യം സ്വയം ചോദിക്കണം. പല അപകടങ്ങളും നമ്മളിൽ നിന്ന് അകന്നുപോകും. റീൽസിൽ ജീവിതം കുടുങ്ങിപ്പോകുമ്പോൾ ഈ ചോദ്യം ഉയരണം. അപ്പോൾ കുറച്ചൊക്കെ അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ പ്രചോദനം കിട്ടും. അപ്പോഴാണ് ജീവിതം ദൈവത്തിന് നിരക്കുന്നതാകുന്നത്. ദൈവം ഈ ചോദ്യം ഏലിയായോട് ചോദിച്ചപ്പോൾ ഏലിയ പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ നല്ല ഉത്തരം വേറെയുണ്ടോ? നിന്നെക്കുറിച്ചുള്ള തീഷ്ണതയിൽ ഞാൻ ജ്വലിക്കുകയാണ്. 1 രാജാക്കന്മാർ 19:10. ഇടയ്ക്കൊക്കെ ഓർക്കും, ഏലിയായെ പോലെ ഇങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പറയാൻ കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. വർത്തമാനകാലത്തോട് നമ്മൾ കാണിക്കുന്ന ഉത്തരവാദിത്തം ദൈവം നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. ഇടയ്ക്കിടെ ഒരു മണികിലുക്കം ജീവിതത്തിലുണ്ടായാൽ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ജീവിക്കാനാകും. നോമ്പ് ചിന്ത 7-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് വലിയ വീട്ടിൽ, കൃപാസനം. നീ ചെയ്യാനിരിക്കുന്നത് എന്താണ്? നീ ചെയ്യാനിരിക്കുന്നത് ഇതും ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. നീ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ നിന്റെ തെരഞ്ഞെടുപ്പാണ്. നീ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനെ നേരിട്ട് ഇടപെട്ട് തടയുന്നതല്ല ദൈവത്തിൻ്റെ രീതി. അതേസമയം മനസ്സാക്ഷി എന്നത് ദൈവത്തിൻ്റെ സ്വരമാണ്. എന്തു കാര്യം ചെയ്യുന്നതിന് മുമ്പും ആ മനസ്സാക്ഷിയുടെ സ്വരം ശ്രവിക്കുവാൻ നാം സമയം കണ്ടെത്തണം. ആ സ്വരം ഗൗനിക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ജയിലിൽ കിടക്കുമ്പോഴോ കേസിൽ അകപ്പെട്ട് കഴിയുമ്പോഴോ ജീവിതത്തിൽ തകർച്ചകൾ നേരിട്ട് കഴിയുമ്പോഴോ ദൈവം എന്നെ എന്തുകൊണ്ട് ഓർമ്മിപ്പിച്ചില്ല എന്ന് വിലപിക്കുന്നതിൽ കാര്യമില്ല. മനസ്സാക്ഷിയുടെ സ്വരം അവഗണിക്കുന്നവർ നാശത്തിലേക്ക് ചെന്ന് വീഴുന്നതാണ് പലപ്പോഴും കാണുന്നത്. തെറ്റാണെന്നറിഞ്ഞിട്ടും ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്നവരെ ദൈവം അവരുടെ വഴിക്ക് വിടും. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ തയ്യാറെടുത്തിരുന്ന യൂദാസിനോടുള്ള യേശുവിൻ്റെ സമീപനം നോക്കുക. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക.
യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം. ദൈവം കൈവിട്ടവൻ്റെ അവസ്ഥ അതാണ്. ദുരന്തങ്ങൾക്ക് കാലതാമസമുണ്ടാവില്ല. ബൈബിളിൽ സ്വയം ജീവൻ നഷ്ടപ്പെടുത്തിയവരായി കാണുന്ന എല്ലാവരുടെയും അവസ്ഥയും ഇതുതന്നെ. ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാളാണ് യൂദാസ്. എന്നിട്ടും അയാൾ കർത്താവിനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന കാര്യമായാലും അവിടുന്ന് പറയുന്നത് ചെയ്യാനുള്ളത് വേഗം ചെയ്തു കൊള്ളാനാണ്. എന്താ കാര്യം? സാത്താൻ അവനിൽ പ്രവേശിച്ചിരിക്കുന്നു. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു. സാത്താന് അവസരം കൊടുത്തു. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യം. കാരണം സാത്താൻ അവസരം അന്വേഷിച്ചു നടക്കുന്ന കക്ഷിയാണ്. ആരെ വിഴുങ്ങണം എന്നോർത്ത് അലറി നടക്കുന്നു എന്ന് പത്രോസ് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യം. യൂദാസിനെ സംബന്ധിച്ചിടത്തോളം സാത്താൻ അയാളെ പകുതിയും വിഴുങ്ങി. സ്വയം സാത്താന് വിട്ടുകൊടുത്ത സ്ഥിതിക്ക് അയാളെ പിന്നെ ദൈവത്തിന് ആവശ്യമില്ല. അതാണ് ഈശോ അവനോട് പറഞ്ഞത്, ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ വിഷയത്തിലും ദൈവം വന്നിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയില്ല. നിന്നെ നിയന്ത്രിക്കുവാൻ ഒരു റിമോട്ട് കൺട്രോളുമായിട്ടല്ല ദൈവം ഇരിക്കുന്നത്. നിനക്ക് സാമാന്യ ബുദ്ധിയും ബോധവുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചെയ്യുന്നവയുടെ കൺട്രോൾ നിന്റെ പക്കൽ തന്നെയാണ്. ചെയ്യുന്ന കാര്യങ്ങളിലെ തെറ്റും ശരിയും നിനക്കറിയാമെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും നിനക്കാണ്. അറിഞ്ഞുകൊണ്ട് തെറ്റുകളിൽ മുങ്ങിക്കുളിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്തുകളും നമ്മെ തേടി വരും. ആ സമയത്ത് ഒരുപക്ഷെ നിന്നെ സഹായിക്കുവാൻ ആരുമുണ്ടാവില്ല. കർത്താവിൻ്റെ നിലപാട് തന്നെ കണ്ടില്ലേ? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്തു മാറാൻ പറയും. അങ്ങനെ യൂദാസ് പോയി ജീവിതം അവസാനിപ്പിച്ചു. ഭാവി കാലങ്ങളിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നിരക്കുന്നവയാകണമെന്ന് ഈ നോമ്പാചരണം നമ്മോട് മന്ത്രിക്കുന്നു. നോമ്പ് ചിന്ത 8-ാം ഭാഗം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് വലിയവീട്ടിൽ, കൃപാസനം. അവൻ കടൽക്കരയിൽ തിരഞ്ഞത്. തള്ളിപ്പറഞ്ഞവനെ തേടിയെത്തുന്ന ദൈവത്തെ ബൈബിൾ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. ശിമയോന്റെ ജീവിതം നോക്കുക. തിബേരിയസിന്റെ തടാക തീരത്ത് പുലർച്ചെ ഒരു നിഴൽ രൂപം പോലെ യേശു പ്രത്യക്ഷപ്പെടുന്നു. അവനെ കണ്ടു തിരിച്ചറിഞ്ഞ യോഹന്നാൻ ഉച്ചത്തിൽ പറയുന്നു, അത് കർത്താവാണ്. യോഹന്നാന്റെ സ്വരം ഈശോയും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈശോയുടെ കണ്ണുകൾ തിരയുന്നത് മറ്റൊരാളെയാണ്. അത് കർത്താവാണെന്ന് കേട്ടപാടെ വെള്ളത്തിലേക്ക് ചാടി അവൻ്റെ അരികിലേക്കെത്താൻ വ്യഗ്രതപ്പെടുന്ന ശിമയോൻ പത്രോസിനെ. അവനെ തിരക്കിയാണ് ഈശോ കടൽക്കരയിലേക്ക് വന്നതെന്ന് തോന്നിപ്പോകും. പ്രാതൽ കഴിച്ചു കഴിയുമ്പോൾ അവൻ വീണ്ടും വിളിക്കും, ശിമയോൻ ശിമയോൻ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ സ്നേഹിക്കുന്നു എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടും കർത്താവ് 3-മതും ചോദിക്കുമ്പോൾ ശിമയോൻ പത്രോസിൻ്റെ കണ്ടമിടറും. കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാമല്ലോ. ഈശോയുമായുള്ള ആത്മബന്ധത്തിൻ്റെ തുടിപ്പ് ഈ വാക്കുകളിലുണ്ട്. നോമ്പുകാലം ദൈവവുമായുള്ള ആത്മബന്ധത്തിൽ ശിമയോനെ പോലെ അടുക്കുന്ന കാലമാണ്. എപ്പോഴെങ്കിലും തള്ളിപ്പറച്ചിൽ സംഭവിച്ചിരിക്കാം. പക്ഷേ നിന്റെ സ്നേഹത്തിൽ ദൈവം അതെല്ലാം മറന്നു പോകുന്ന കാഴ്ച. പത്രോസാണ് ഈശോയെ തള്ളിപ്പറഞ്ഞതെന്നാണ് നമ്മുടെ ബോധ്യം. എന്നാൽ സുവിശേഷത്തിൻ്റെ മറ്റൊരു പുറം കൊണ്ട് വായിക്കുമ്പോൾ ഒരു വേള ഈശോ ശിമയോനെ തള്ളിപ്പറഞ്ഞതായി തോന്നാം. ഈശോയുടെ ജീവൻ രക്ഷിക്കുവാൻ ശത്രുക്കളുടെ പാളയത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് വാളൂരി പ്രധാനാചാര്യൻ്റെ ഭൃത്യൻ്റെ ചെവി ഛേദിക്കുന്ന സംഭവം ഓർക്കുക. തന്നെ രക്ഷിക്കുവാൻ ശ്രമിച്ച ശിമയോനെ ഈശോ തൽക്ഷണം നിരായുധീകരിക്കുന്നത് കാണാം. ശത്രുക്കളുടെ ഇടയിൽ വെച്ചും ദൈവം നമ്മെ നിരായുധനാക്കിയേക്കാം. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ ജീവൻ പണയം വെച്ചും ശത്രുക്കളുടെ നടുവിൽ പോലും കർത്താവിൻ്റെ വചനം കേട്ട് തൻ്റെ വാൾ ഉറയിലിടും. ശത്രുക്കൾ ഈ സമയം തന്നെ കൊലപ്പെടുത്തിയാലും കർത്താവിൻ്റെ വചനം പാലിച്ചതിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ആത്മബന്ധത്തിലേക്ക് അവൻ ഉയരുന്ന ആ രഹസ്യമാണ് ശിമയോൻ വെളിപ്പെടുത്തുന്ന കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാമല്ലോ എന്ന മറുപടി. പ്രിയപ്പെട്ടവരെ, നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഇതുപോലെ ദൈവത്തിനു വേണ്ടി സ്വയം നിരായുധീകരിക്കപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ടാകാം. ക്ഷമിക്കുകയും ക്ഷമയുടെ പേരിൽ പരാജയം ഏറ്റുവാങ്ങുകയും നഷ്ടപ്പെടുകയും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുകയും അഭിമാനക്ഷതമേൽക്കുകയും അതിൻ്റെ പേരിൽ സമൂഹത്തിൽ വില നഷ്ടപ്പെടുകയും ചെയ്യുന്ന നിരായുധീകരണത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. ഈശോയുടെ പേരിൽ വചനം പാലിക്കുക വഴി നീ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറുമ്പോൾ നിനക്ക് മുമ്പേ നടന്നവനാണ് ശിമയോൻ എന്നുള്ള ഓർമ്മ ഈ നോമ്പുകാലത്ത് നമുക്കൊരു പ്രചോദനമാണ്.